ാണ് സാധ്യത. ഇന്നലെ വൈകുന്നേരം ഈ ശബ്ദരേഖയിൽ പരാമർശിക്കപ്പെട്ടിരുന്ന സുനി, അദ്ദേഹം ബാർ അസോസിയേഷന്റെ പ്രതിനിധിയായിരുന്നു. അദ്ദേഹം കൃത്യമായ, അതായത് വിശദീകരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് പണം പിരിക്കുന്നത്, അത്തരത്തിൽ അതിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു സന്ദേശം അയച്ചത്. നമസ്കാരം. പ്രധാന വാർത്തകൾ. കാട്ടാനപ്പേടിയിൽ ഇടുക്കി പൂപ്പാറ മൂലത്തറ നിവാസികൾ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവാകുന്നു. ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചതായി കർഷകർ. മഴക്കാലത്തും കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടി മലപ്പുറം ചാലിയാർ. പണപ്പൊയിൽ ആദിവാസി കോളനിക്കാർ. 10-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയിൽ ശുദ്ധജല സ്രോതസ്സില്ല. വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത് ജില്ലയിൽ ഏറ്റവുമധികം മഞ്ഞപ്പിത്തം പടരുന്ന മേഖല. ട്രാക്ടർ ഡ്രൈവർമാരില്ലാതെ പാലക്കാട്ടെ കർഷകർ ദുരിതത്തിൽ. കണ്ടം ഉഴുതുമറിക്കാൻ ആളില്ല. കൃഷി ഇറക്കാനാകാതെ നിരവധി പേർ. ഇടുക്കി രാജകുമാരി വില്ലേജ് ഓഫീസ് മാറ്റുന്നതിനെതിരെ പ്രതിഷേധം. രാജകുമാരി ടൗണിൽ നിന്നും നടുമറ്റത്തേക്ക് ഓഫീസ് മാറ്റാൻ നീക്കം. സ്മാർട്ട് വില്ലേജ് ഓഫീസിന് സ്ഥലം പോരെന്ന് റവന്യൂ വകുപ്പ്. നീക്കത്തിനെതിരെ പ്രമേയം പാസാക്കി ഗ്രാമപഞ്ചായത്ത്. വേനൽ മഴയിൽ മഞ്ഞ് പുതച്ച് മൂന്നാർ ഗ്യാപ്പ് റോഡ്. അവധി ആഘോഷിക്കാനെത്തുന്ന തിരക്കേറുന്നു. മഞ്ഞും നനുത്ത കാലാവസ്ഥയും ആസ്വദിച്ച സഞ്ചാരികൾ. വിശദമായ വാർത്തകൾ നോക്കാം. ഇടുക്കി മൂലത്തറയിൽ വീണ്ടും കാട്ടാന ഭീതി. കുഞ്ഞുൾപ്പെടെ 7 കാട്ടാനകൾ അടങ്ങുന്ന കൂട്ടം ജനവാസ മേഖലയിൽ പതിവായി ഇറങ്ങുന്നു. ഏക്കർ കണക്കിന് ഭൂമിയിലെ ഏലം കൃഷി നശിച്ചു. ഒരാഴ്ചയിലധികമായി കാട്ടാനക്കൂട്ടം മൂലത്തറയിൽ പതിവായി എത്താറുണ്ട്. കഴിഞ്ഞ രാത്രിയിലെത്തിയ ആനകൾ വ്യാപക നാശം വിതച്ചു. 5 കർഷകരുടെ തോട്ടത്തിലാണ് ആനക്കൂട്ടം എത്തിയത്. ചെടികൾ ചവിട്ടി ഒടിക്കുകയും പിഴുതുകളയുകയും ചെയ്തു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എല്ലാം നാശമാക്കി. വളരെ വ്യാപകമായ രീതിയിൽ ഞങ്ങൾക്ക് വളരെയധികം നാശം സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ആന ഇങ്ങനെ വ്യാപകമായിട്ട് വന്നു. അതുപോലെ തന്നെ അത് കൂട്ടാന മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ഒറ്റക്കൊമ്പൻ വന്നു. കൊമ്പൻ വന്നും റോഡിലൊക്കെ ഇറങ്ങി വാഹനങ്ങളൊക്കെ തടസ്സം ചെയ്യുകയും അതുപോലെ യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും വീടിൻ്റെ പരിസരത്തൊക്കെ വന്ന് വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായി ആന ഇങ്ങനെ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചക്കക്കൊമ്പനും മേഖലയിൽ പതിവായി എത്താറുണ്ട്. കഴിഞ്ഞ ദിവസം ദേശീയപാതയിലും ചക്കക്കൊമ്പൻ ഇറങ്ങിയിരുന്നു. ഒറ്റയാൻ വീടുകൾക്ക് സമീപം എത്തുന്നതും പതിവാണ്. ഇതിനു പുറമെയാണ് കൃഷിയിടത്തിൽ ആനക്കൂട്ടം നാശം വിതയ്ക്കുന്നത്. പകൽ സമയത്ത് പോലും കൃഷിയിടങ്ങളിലേക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇതോടെ മഴക്കാലത്തിന് മുൻപ് ചെയ്തു തീർക്കേണ്ട കാർഷിക ജോലികളും പ്രതിസന്ധിയിലായി. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി രാജകുമാരി വില്ലേജ് ഓഫീസ് മാറ്റി സ്ഥാപിക്കാനുള്ള റവന്യൂ വകുപ്പിന്റെ നീക്കത്തിനെതിരെ പ്രദേശവാസികൾ. രാജകുമാരി ടൗണിൽ നിന്നും നടുമുറ്റത്തേക്കാണ് ഓഫീസ് മാറ്റാൻ നീക്കം നടക്കുന്നത്. സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിക്കാൻ നിലവിൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സൌകര്യമില്ലെന്നാണ് റവന്യൂ വകുപ്പിന്റെ വാദം. എതിർപ്പ് ശക്തമായതോടെ പഞ്ചായത്ത് മുൻകൈയെടുത്ത് സർവകക്ഷി യോഗം ചേർന്നു. നടപടിക്കെതിരെ
ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി. നിലവില് വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ആ സ്ഥലം പര്യാപ്തമാണെങ്കിൽ, ആ സ്ഥലം ഒന്ന് പരിശോധിച്ചത് പര്യാപ്തമാണെങ്കിൽ വില്ലേജ് ഓഫീസ് തൽസ്ഥിതിയിൽ തന്നെ തുടരുന്നതിനാണ് ജനകീയ സമിതി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് എതിരായിട്ട് ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധം ഉണ്ടായ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ജനകീയ സമിതി ചേരുകയും ഈ ജനകീയ സമിതിയിൽ ഇത് രാജകുമാരി ടൌണിൽ തന്നെ ഈ സ്ഥാപനം നിലനിൽക്കണമെന്നുള്ള ആവശ്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴ് വില്ലേജ് ഓഫീസ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇത് നിലനിർത്തി തരുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ, അതോടൊപ്പം ഇനി അത് മതിയാവില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലം വീണ്ടും ഒരിക്കൽ കൂടി ജനകീയ സമിതി ചേർന്നതിന് ശേഷം മറ്റൊരു സ്ഥലം കണ്ടെത്തി കൊടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ജനകീയ സമിതിയിൽ തീരുമാനമായിട്ടുള്ളത്. കണ്ണൂർ ആറളം ടൌണിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനക്കൂട്ടത്തിൽ ഒറ്റയാനൊഴികെ മറ്റാനകൾ കാടുകയറി. ഒറ്റയാനെ തുരത്താനുള്ള നടപടികൾ വനംവകുപ്പ് തുടരുകയാണ്. ആറളം ടൌണിനടുത്ത് RRTയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതലാണ് തുരത്തൽ ശ്രമം വനംവകുപ്പ് സംഘം ആരംഭിച്ചത്. ഇതിനകം ആറളം ഫാമിലിറങ്ങിയ കാട്ടാനകളിൽ ഭൂരിഭാഗത്തെയും തുരത്തിയെങ്കിലും 40-ലധികം ആനകൾ ഇപ്പോഴും ഫാമിലുണ്ടെന്നാണ് നിഗമനം. മഴക്കാലമായാൽ പോലും കുന്നിറങ്ങി താഴെ കുഴിയിൽ നിന്നും വെള്ളമെടുത്ത് വേണം ഏറനാട് ചാലിയാർ പഞ്ചായത്തിലെ പണപ്പൊയിൽ ആദിവാസി കോളനി നിവാസികൾക്ക് വീട്ടാവശ്യങ്ങൾ നിർവഹിക്കാൻ. 10-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയിൽ ഒരു ശുദ്ധജല സ്രോതസ് എന്ന ആവശ്യത്തിന് പഴക്കമേറെയുണ്ട്. കോളനിയിലെ കിണർ നന്നാക്കിയെടുക്കാൻ ഫണ്ട് വകയിരുത്തിയിട്ടും ടെൻഡർ എടുത്തവർ താൽപര്യം കാണിക്കാത്തതുകൊണ്ടാണ് പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാത്തതെന്നാണ് പഞ്ചായത്ത് വിശദീകരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം മഞ്ഞപ്പിത്തം പടരുന്ന മേഖല കൂടിയാണ് ചാലിയാർ പഞ്ചായത്ത് എന്ന് കൂടി പറയുമ്പോഴേ അവസ്ഥ എത്രമാത്രം ഗുരുതരമാണെന്ന് വ്യക്തമാകൂ. കാണാം സേവ്യാനുബോധിന്റെ റിപ്പോർട്ട്. ഏറനാട് ചാലിയാർ പഞ്ചായത്തിലെ പണപ്പൊയിൽ ST കോളനിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മഴ പെയ്തു തുടങ്ങിയതോടെ ഈ നാട്ടിലെ കുടിവെള്ള പ്രശ്നമൊക്കെ ഏറെക്കുറെ തീരുന്ന സാഹചര്യമാണ്. പക്ഷേ ഇവിടുത്തെ കാഴ്ചകളും സാഹചര്യവും അല്പം വ്യത്യസ്തമാണ്. ഇവിടെ ഇപ്പോഴും കുടിവെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. 200 മീറ്ററോളം താഴേക്ക് നടന്നുപോയി ഒരു കുഴിയിൽ നിന്നാണ് ഇവിടെയുള്ളവർ വെള്ളം ശേഖരിക്കുന്നത്. ഈ 10 വീടുകളാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ളവർക്ക് ആശ്രയമാകുന്ന അതിനുവേണ്ടി നിർമ്മിച്ച ഒരു കിണർ ഇവിടെയുണ്ട്. പക്ഷെ അത് ഉപയോഗശൂന്യമാണ്. അതിൻ്റെ നവീകരണവും അറ്റകുറ്റപ്പണിയും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇവർക്ക് കുടിവെള്ളത്തിന് ഇവിടെ ഒരു ശാശ്വത സൗകര്യം ഒരുക്കണമെന്ന് പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നു. അതിനുള്ള ഫണ്ടും വകയിരുത്തിയിരുന്നു. പക്ഷേ ആ പദ്ധതിയും എവിടെയും എത്തിയിട്ടില്ല. ഇപ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ പോലും ഇവർക്ക് ഈ ഒരു കുന്നിറങ്ങി വെള്ളം ഒരു കുഴിയിൽ നിന്നും എടുത്തു കൊണ്ടുവരേണ്ട സാഹചര്യമാണുള്ളത്. നമ്മളോടൊപ്പം ഇവരെന്നെ ചേരുന്നു. ചേച്ചി, വലിയ ബുദ്ധിമുട്ടല്ലേ? പിന്നല്ലാണ്ട് ഞങ്ങൾ എത്ര ഇടങ്ങാറാകണ വെള്ളത്തിനെന്നാ. കാലം കുറേ ആയി. ഈ എഴുതി കൊടുക്കണ ആരും ഞങ്ങൾക്ക് ഇതിനെ പറ്റിയൊരു തീരുമാനമല്ല. അപ്പൊ ഞാൻ വെള്ളം എടുക്കണ പാത്രം കിണറ്റിൽ കണ്ടിട്ടുണ്ടാവും. എല്ലാത്തിനും വേണ്ട വെള്ളേറ്റ. മക്കളൊക്കെ പോണ കുട്ടികളാ ഒക്കെ 8 മണിക്കും പോവും. അപ്പൊ ഈ മക്കൾക്ക് വെള്ളം വേണ്ടേ? അല്ലാണ്ട് ഞങ്ങൾ തൊഴിലുറപ്പിന് പോണ ആൾക്കാരാണ്. പണിക്ക് പോകാനാവുന്ന അവിടുന്ന് വെള്ളം കിട്ടുക. അതാണ് ഒരു നല്ല മഴ പെയ്ത് ആ വെള്ളം കലങ്ങും. എന്നിട്ട് അത് ഊറാൻ വെച്ചിട്ട് വേണം. ഡോക്ടർമാര് വരുമ്പോ പറയും നല്ല തിളപ്പിച്ച് കുടിക്കണം. ഈ കലക്ക് വെള്ളം കുടിച്ചോണ്ട് മതിയോ? ഞങ്ങളെ സൂക്കട് മാറുമോ? കുഴി തന്നെയാണ്. അത് കിണറൊന്നല്ല. അതാണ്ട് ആട് പോകുമ്പോണ്ടായിരുന്നു. അതിന് ആടൊക്കെ വെള്ളം കൊടുക്കണ്ടൊക്കെ കുഴിയാണ് അത്. പിന്നെ ഞങ്ങള് താത്തി ഇപ്പൊ അയത്ത വെള്ളമാണ് ഈ പെരക്കാര് മുഴുവനും കുടിക്കണത്. ആ വെള്ളമാണ്. ഞങ്ങൾ പഞ്ചായത്തിൽ പോയി. അവിടെ ഒരു ദിവസം ഉച്ചയാകണ വരെ വൈകുന്നേരമാണല്ലോ ഇരുന്നതാ. എന്നിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി തന്നിട്ടില്ല. ഈ ഒരു കിണർ നേരാക്കാൻ വേണ്ടിയിട്ട് കുറെ കാലം പറയാനുണ്ട്. പിന്നെ കുറെ ഇവര് അരീക്കോട് അറ്റം പോയി പരാതിയും കൊണ്ട്. എന്നിട്ടും അതിനൊരു കുറിച്ചും പറയുന്നില്ല. ഇല്ല. അതിനൊക്കെ എന്നോ ഒരു കാലം അളവെടുത്ത് പോയി. പിന്നെ അതും ഇല്ല. ഈ കുന്നും പുറത്തൊക്കെ ആരും നോക്കാനില്ല. റോഡിന് കൊടുത്തു, കിണറിന് കൊടുത്തു, പെരക്ക് കൊടുത്തു. ഒന്നും ഒരു സഹായം ഇല്ലെന്ന് പറഞ്ഞ ഒരു സഹായം ഇല്ല. ഈ മഴക്കാലാവുമ്പോ ഇനി എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഇവിടെ? ഞങ്ങള് കണ്ടോലെ കൂലിപ്പണിക്ക് നമ്മൾ 8 മണിയാകുമ്പോ എത്തണം. ഈ വെള്ളം കോരിയാൽ നമ്മളല്ലെങ്കിൽ പണിക്ക് പോകും. വരുമ്പോ 7 മണിയാവും. 7 മണിയാകുമ്പോ പറഞ്ഞ ഈ ആണുങ്ങളെല്ലാം നമുക്ക് ആരെ തുണ കിട്ട വെള്ളത്തിന് പോകാം. താഴെ കൊണ്ട് പോണ്ടേ. കുളിക്കതയും കൂടെ നിക്കണുണ്ട് ഞങ്ങളൊക്കെ ചില ദിവസങ്ങൾ ദൂരത്തൊക്കെ പണിയാകുമ്പോ. അവരുടെ ബുദ്ധിമുട്ട് വളരെ വ്യക്തമാണ്. നമ്മളൊപ്പം ചാലിയാർ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ശ്രീ ഉസ്മാൻ ചേരുന്നുണ്ട്. അങ്ങയുടെ ഒരു വാർഡ് കൂടിയാണുള്ളത്. എന്താണ് അങ്ങയുടെ ഈ ഒരു പഞ്ചായത്തിലെ വലിയൊരു പ്രശ്നമാണ് ഇവർ ഉന്നയിക്കുന്നത്?
പഞ്ചായത്ത് ഇതിന് പദ്ധതി പാസ്സാക്കിയിട്ടുണ്ട്, ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് നടപ്പാവാത്തത്? അതായത് ചാലിയാർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് കണ്ടെത്തുക, പദ്ധതി തയ്യാറാക്കി ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന സംഗതി. അത് നമ്മൾ നവകേരള സദസ്സിൽ ഇവർ അപേക്ഷ കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ഒരു കത്ത് തന്ന മുറയ്ക്ക് അത് പഞ്ചായത്ത് ചർച്ച ചെയ്യുകയും അടിയന്തരമായിട്ട് ഇത് ചെയ്തു കൊടുക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്തു. അതിനുശേഷം അത് ടെൻഡർ ചെയ്തതിന് ശേഷം വിവിധ ഘട്ടങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, അസിസ്റ്റന്റ് എഞ്ചിനീയറെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി ഇതിന്റെ വെള്ളം കൊടുക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും എത്രയും പെട്ടെന്ന് തീർക്കണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് പോലും ഈ മഴ പെയ്യുന്നത് വരെ ഇത് ചെയ്തു തീർക്കാൻ നമ്മളെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ്. ഉദ്യോഗസ്ഥര് ഒരു കാലതാമസം വരുത്തിയതാണ് ഈ പദ്ധതി വേഗം കാരണം. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇവര് പദ്ധതി ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉദ്യോഗസ്ഥന്മാർ അതിന്റെ ചെയ്യിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണ്ടേ. ഞങ്ങൾക്ക് അവരെ വിളിച്ചു കരുത്തി പറയാനേ പറ്റുള്ളൂ. നമ്മൾ ശരിക്കും ഇവിടെ എന്താ ഉദ്ദേശം? ഈ കിണറിന്റെ നവീകരണമാണോ അതോ പൈപ്പ് ലൈൻ ഇടലോ? അല്ല, നിലവിൽ ഇപ്പൊ ഈ കിണർ നവീകരിച്ച് പൊളിഞ്ഞതൊക്കെ ഒഴിവാക്കി റിങ് ഇറക്കി കൊടുത്ത് ശുദ്ധജലം ലഭ്യമാക്കുക എന്നത് മാത്രമാണ് ഈ കിണർ. ഈ കിണർ ആയാൽ തന്നെ ഇവർക്ക് എല്ലാവർക്കും വെള്ളം കിട്ടും. പിന്നെ പൈപ്പ് ലൈൻ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് പ്രാധാന്യം കൂടി ഉണ്ടാക്കുക. ഏറ്റവും അധികം മലപ്പുറം ജില്ലയിൽ തന്നെ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തൊരു പഞ്ചായത്താണ് ചാലിയാർ. അവിടെയാണ് ശുദ്ധമല്ലാത്ത കുടിവെള്ളം ഉപയോഗിക്കേണ്ട സാഹചര്യം ഇവർക്ക് വരുന്നത്. എന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുക? അടിയന്തരമായിട്ട് ഭരണസമിതി ഇപ്പൊ നമ്മളെ ഇലക്ഷൻ പ്രോട്ടോകോളോ കഴിഞ്ഞതിന് ശേഷം ഇനി ഭരണസമിതി യോഗം കൂടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഭരണസമിതി യോഗം കൂടിയിട്ട് ഉചിതമായ തീരുമാനം എടുക്കും നമ്മൾ. അതാണ് നമുക്ക് തീരുമാനം എടുത്ത് ഇവർക്ക് കൊടുക്കുക, ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുക. എത്രത്തോളം അത് വിജയിക്കും എന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി തോന്നണ്ടേ ഇത് നടത്തണം. എന്തുകൊണ്ടാണ് അവർ ഈ ഒരു ടെൻഡർ ചെയ്ത് വർക്ക് ഏറ്റെടുക്കാത്തതെന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവാൻ പറ്റുന്നത്? എന്താ അതിന്റെ കാരണമായിട്ട്? അവര് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉദ്യോഗസ്ഥന്മാരോട് പറയാനേ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥന്മാർ കരാറുകാരോട് പറയുന്നുണ്ട്. കരാറുകാരെ നമ്മൾ വിളിച്ച് അവരോടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യുന്നില്ല. എന്താണ് കാരണം നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്? ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ കരാറുകാരുടെയും ഭാഗത്തു നിന്നും ഈ ഒരു മനോഭാവം, മെല്ലെപ്പോക്ക് മനോഭാവമാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്നാണ് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഇപ്പം മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ ഉസ്മാൻ പറയുന്നത്. എന്താണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും അധികം മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത ഒരു പഞ്ചായത്താണ് മലപ്പുറം ജില്ലയിലെ ചാലിയാർ. അവിടെയാണ് ശുദ്ധമല്ലാത്ത വെള്ളം കുടിക്കാൻ നിർബന്ധിതരാവുന്നത് ഇവർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത് ഒരു വകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടേ തീരൂ. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ട്രാക്ടർ ഡ്രൈവർമാർ ഇല്ലാത്തതിനാൽ വലഞ്ഞ് പാലക്കാട്ടെ കർഷകർ. കണ്ടം ഉഴുതുമറിക്കാൻ ട്രാക്ടറിനെ ആശ്രയിക്കുന്ന കർഷകരാണ് കൃഷി ഇറക്കാനാവാതെ പ്രയാസത്തിലായത്. ഇടമഴ ലഭിച്ചാലുടൻ ട്രാക്ടറുകൾ പാടത്തേക്കിറങ്ങും. നെൽവയലുകളെ ഉഴുതുമറിച്ച് ഞാറ്റടി വരെ ട്രാക്ടറുകൾ കണ്ടത്തിലുൾപ്പെടും. പാലക്കാടൻ പാടങ്ങളിൽ ഇപ്പോൾ ട്രാക്ടറുകൾ ഇറങ്ങുന്നത് അപൂർവമാണ്. പരിചയസമ്പന്നരായ ഡ്രൈവർമാർ കുറവായതിനാൽ വയലുടമകൾ തന്നെ കണ്ടം പൂട്ടാൻ പാടത്തിറങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ചെളിക്കണ്ടത്തിൽ ട്രാക്ടർ ഉരുട്ടി ഉഴുതുമറിക്കാൻ വിദഗ്ധരായ ഡ്രൈവർമാരിപ്പോൾ കുറവാണ്. ട്രാക്ടർ ഡ്രൈവർക്ക് കണ്ടം പൂട്ടുന്നതിന് മണിക്കൂറിന് 150 രൂപയും ചെലവുമാണ് കർഷകർ കൊടുക്കുന്നത്. രാവിലെ 8-ന് തുടങ്ങിയാൽ വൈകിട്ട് 6 വരെയെങ്കിലും ഇത് തുടരും. നമുക്ക് ട്രാക്ടർ ഓട്ടിക്കാനുള്ള ഡ്രൈവർമാരെ ഈ പ്രാവശ്യമല്ല, ഒരു 10 കൊല്ലമായിട്ട് കിട്ടാനില്ല. 1, 2 ഈ തൊഴിലും കൊണ്ട് നടക്കണ ഞങ്ങളെ മാതിരിയുള്ള കുറച്ച് ട്രാക്ടറുകാർ ഇതോടുകൂടി ആത്മഹത്യ ചെയ്യേണ്ട ലെവലിൽ ആയില്ലേ. ഞങ്ങൾക്കാണെങ്കിൽ ഇത് ചെയ്യാതിരിക്കാനും പറ്റില്ല. ഞാൻ കർഷകനും കൂടിയാണ്. ഇത് ചെയ്യാതെ ഇരുന്നാൽ ഞങ്ങൾക്ക് നിലനിൽപ്പുമില്ല. നിലനിന്ന് പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ബംഗാളികൾ വരണം നടാൻ. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡീസലിന്റെ വിലയുണ്ട്. ഞങ്ങൾക്ക് സബ്സിഡിയിൽ ഡീസൽ വേണം പറഞ്ഞിട്ട് അതും തരുന്നില്ല. വേനൽ മഴ ലഭിച്ചതോടെ നെൽവയലുകൾ സജീവമാകേണ്ട സമയമാണിത്. എന്നാൽ പലയിടങ്ങളിലും കണ്ടം ഉഴുതുമറിക്കാനാവാതെ പ്രയാസത്തിലാണ് പാലക്കാട്ടെ നെൽകർഷകർ. ന്യൂസ് 18 പാലക്കാട്. ഇടവേള.
മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊന്നും നൽകേണ്ടതില്ല, തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല എന്ന തരത്തിലായിരുന്നു അദ്ദേഹം ഈ വിശദീകരണ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത്. അത് സർക്കാരിന് താൽക്കാലികമായെങ്കിലും ഒരു ആശ്വാസമായി മാറുകയും ചെയ്തിരുന്നു. കാരണം ആദ്യ ബാർക്കോഴ ആരോപണത്തിൽ അന്ന് ആരോപണം ഉന്നയിച്ച ബിജു രമേശ് പരസ്യ പ്രതികരണങ്ങളോടെ തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിനെയും എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബുവിനെയും ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണിയും ഒക്കെ വെട്ടിലാക്കിയത്. പക്ഷേ ഇത്തവണ അതല്ല സംഭവിച്ചത്. അത് ഒരു ശബ്ദരേഖയുടെ രൂപത്തിൽ അത് പുറത്തു വരുന്നു. പക്ഷേ പരസ്യമായി അത്തരം ഒരു പണപ്പിരിവ് നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കാൻ ഒരു ബാർ ഉടമകളും അല്ലെങ്കിൽ അതിന്റെ അസോസിയേഷൻ ഭാരവാഹികൾ ആരും തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടായുമില്ല. പക്ഷേ അത്തരത്തിലൊരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന കൃത്യമായ ധാരണ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് നീങ്ങുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ UDF ഏകോപന സമിതിയിൽ അടക്കം ഉയർന്നതും നിയമസഭാ സമ്മേളനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായി സർക്കാരിനെ സമീപിക്കാനുള്ള ഒരു നീക്കം യോഗത്തിൽ കൈക്കൊണ്ടതും. അതിന് തൊട്ടു പിന്നാലെയാണ് നിഷേധിച്ചുകൊണ്ട് ഈ ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് സുനി തന്നെ അനിമോൻ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിൽ പ്രതിപക്ഷത്തിന് വീണ്ടും ഒരു ആയുധം കിട്ടിയിരിക്കുന്ന സാഹചര്യമാണ്. അത് കൃത്യമായി തന്നെ ജൂൺ 10-ാം തീയതി തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ വ്യക്തമായി പരാമർശിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നേരത്തെ ഈ വിവാദം ഉണ്ടായ ദിവസം തന്നെ എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെക്കണമെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ്. സ്വാഭാവികമായി ഇത്തരമൊരു ഈ ചർച്ചകൾ കൂടി, അതായത് മദ്യനയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ടൂറിസം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചർച്ചകൾ കൂടി നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങൾ വ്യക്തമായ തെളിവുകളോടെ പുറത്തുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഈ സുരക്ഷയും നൽകുന്നു. തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ ഇടുക്കി മുട്ടം കോടതി വളപ്പിൽ ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കുടുംബ കോടതി കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും മൊബൈൽ ഇ സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തനാരംഭവും നടത്തി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി കുടുംബ കോടതിയുടെ ഉദ്ഘാടനവും മൊബൈൽ ഇ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി മുഹമ്മദ് മുഷ്താഖും നിർവഹിച്ചു. കോടതികളുടെ ഒന്നിലധികം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 2 ക്യാബിനുകളോട് കൂടി രൂപകൽപ്പന ചെയ്ത മൾട്ടി പർപ്പസ് വാഹനമാണ് മൊബൈൽ ഇ സേവാ കേന്ദ്ര. വേനൽ മഴ ലഭിച്ചതോടെ മഞ്ഞ് പൊതിച്ച ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡ് കൂടുതൽ സുന്ദരിയായി. മധ്യവേനൽ അവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് എത്തുന്നവരുടെ പ്രിയ താവളമായി മാറുകയാണ് ഈ ഗ്യാപ് റോഡ്. മലനിരകളെ തഴുകി ഇറങ്ങുന്ന മഞ്ഞും നനുത്ത കാലാവസ്ഥയും സഞ്ചാരികൾക്ക് അവിസ്മരണീയ അനുഭവമാണ് സമ്മാനിക്കുന്നത്. തേയില ചെരുവുകളെ ആസ്വദിച്ച് ആനയിറങ്കൽ വഴിയുള്ള യാത്രയിൽ ഗ്യാപ് റോഡിൽ ഒന്ന് വാഹനം നിർത്താതെ സഞ്ചാരികൾ കടന്നു പോകാറില്ല. സഹ്യപർവ്വത നിരയുടെ അതിവിശാല കാഴ്ചകളും താഴ്വാരത്തെ പാടശേഖരങ്ങളും ഒക്കെ ഇവിടെ നിന്ന് ആസ്വദിക്കാനാവും. കടുത്ത വേനലിന് അറുതി നൽകി മഴയും എത്തിയതോടെ മഞ്ഞിന്റെ സാന്നിധ്യവും സ്ഥിരമായി. കഴിഞ്ഞൊരു 10-15 കൊല്ലമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്നൊരു സ്ഥലമാണ്. അത് പ്രത്യേകിച്ച് ഈ ലോക്ക്ഹാർട്ട് ഗ്യാപ്പ് എന്ന് പറയുന്ന ഈ സ്ഥലം. ഇത് പണ്ട് ഈ റോഡിന് വീതിയൊക്കെ കൂട്ടുന്നതിന് മുമ്പ് ശരിക്കും ഒരു കാറ് മാത്രം പോകാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. പക്ഷെ അപ്പോഴാണെങ്കിലും ഈ ഒരു ഭാഗത്ത് നല്ല വീതിയുണ്ട്. അപ്പം നമ്മൾ വണ്ടി ഇവിടെ ഇട്ട് കഴിയുമ്പം ഇവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞ് വന്നിട്ട് നമ്മളെ ഇങ്ങനെ തട്ടി തഴുകി അങ്ങോട്ട് പോകുന്നൊരു പ്രത്യേകതയുള്ളൊരു ഏരിയയാണ് ഈ ഭാഗം. അപ്പം ഇവിടെ വന്നിങ്ങനെ ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സുഖമാണ്. മലനിരകളെ പുതഞ്ഞ് പാടശേഖരങ്ങൾ ലക്ഷ്യമാക്കി കോടമഞ്ഞിറങ്ങുന്നതിന്റെ കാഴ്ച അവിസ്മരണീയമാണ്. തണുപ്പകറ്റാൻ ചുട്ടെടുത്ത ചോളവും കഴിച്ച് മഞ്ഞിൻ കാഴ്ചകൾ ആസ്വദിക്കാതെ സഞ്ചാരികൾക്ക് ഗ്യാപ് റോഡിൽ നിന്നും മടങ്ങാനാവില്ല. ന്യൂസ് 18 ഇടുക്കി. കലാവിദ്യാഭ്യാസത്തിന് സംസ്ഥാനത്ത് ആദ്യമായി പാഠപുസ്തകം ഇറങ്ങുന്നതിന്റെ സന്തോഷത്തിലാണ് കലാധ്യാപകർ. അധ്യാപകർക്കായുള്ള അവധിക്കാല പരിശീലന ക്യാമ്പിൽ കാക്കാരിശ്ശി നാടകവും കലാപരിപാടികളും അരങ്ങേറി. ഈ അധ്യയന വർഷത്തിലാണ് ആദ്യമായി കലാ അധ്യാപകർക്കായി പുസ്തകമിറങ്ങുന്നത്. പുതിയ പാഠപുസ്തകത്തെ കലാ അധ്യാപകർക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അധ്യാപക ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചത്. കൊട്ടാരക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ അവതരിപ്പിച്ച കക്കരിശ്ശി നാടകം വ്യത്യസ്ത അനുഭവമായി.
നാടിന്റെയും തനതു കലാരൂപങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുക എന്നതാണ് ലക്ഷ്യം. നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കുറെ കലാരൂപങ്ങളുണ്ട്. ഈ കലാരൂപങ്ങൾ ഒക്കെ തന്നെ കലാധ്യാപക ക്ലാസ് മുറികളിലൂടെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ നേരനുഭവത്തിലൂടെ കിട്ടുന്ന അറിവ് എന്ന് പറയുന്ന ചെറുതല്ല. നമ്മൾ പലയിടത്തും വായിച്ച് കിട്ടുന്ന അറിവും അതിനപ്പുറത്തേക്ക് ഗ്രന്ഥാവിനപ്പുറത്തേക്ക് ലോകാവിനപ്പുറത്തേക്ക് നേരിട്ട് കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡെപ്ത് ആയിരിക്കും. അത് അതിൻ്റെതായ അർത്ഥത്തിൽ അതേ തലത്തിൽ അത് കുട്ടികൾക്ക് വിവരിച്ചു കൊടുക്കാൻ സാധിക്കും. ഇതുകൊണ്ട് അവസാനിക്കുന്ന യഥാർത്ഥത്തിൽ 2.5 മണിക്കൂറിലധികമുള്ള 17 പരം കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്നതാണ് കകാശ നാടകം. മറ്റു തിരുവിതാംകൂറിലായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ 1-2 സ്ഥലങ്ങളിൽ മാത്രം ഇത് പരിമിതപ്പെട്ടു പോയി. നാട്ടാശാന്മാരുടെ ഇല്ലായ്മയൊക്കെയാണ് ഇതിനെ പ്രതികൂലമായി ഇതിനെ ബാധിച്ചത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ന്യൂസ് 18 കൊട്ടാരക്കര. കല്യാണ ദിവസം വീടിന് സമീപത്തെ ലൈബ്രറിയിലേക്ക് 100 പുസ്തകങ്ങൾ സംഭാവനയായി നൽകിയ വധൂവരന്മാരെ നമുക്കിനി പരിചയപ്പെടാം. കൊട്ടാരക്കര ആറ്റുവാശ്ശേരിയിലെ വിശാഖ്, ആര്യ എന്നിവരുടെ വിവാഹ ദിവസമായിരുന്നു മാതൃകാ പ്രവർത്തനം നടത്തിയത്. ഇരുവരും വായിച്ചു തീർത്ത പുസ്തകങ്ങളായിരുന്നു ലൈബ്രറിക്കായി സമ്മാനിച്ചത്. വിവാഹം കഴിഞ്ഞ വധൂവരന്മാർ ആദ്യം വീട്ടിലേക്ക് എത്തുന്നതാണ് പതിവ്. എന്നാൽ വിശാഖും ആര്യയും എത്തിയത് വീടിന് സമീപത്തെ ലൈബ്രറിയിലാണ്. വിവാഹത്തിന് മുൻപ് ഇരുവരും വായിച്ചു തീർത്ത പുസ്തകങ്ങൾ ലൈബ്രറിക്ക് സമ്മാനമായി നൽകിയതിനു ശേഷമായിരുന്നു വീട്ടിലേക്ക് എത്തിയത്. നേരത്തെ പറഞ്ഞിട്ടില്ല, ഇത് ഞങ്ങൾ രണ്ടുപേരും മാത്രം എടുത്ത തീരുമാനമായിരുന്നു. എല്ലാ സമയവും ചെലവഴിക്കുന്നത് ഞങ്ങൾ തുളസീധരൻ പിള്ള സാറ്, രാമേന്ദ്രൻ പിള്ള സാറ്, അനന്ത് മോഹൻ, ഹരികൃഷ്ണൻ, സൂരജ് ഇവരോടൊക്കെയാണ്. അപ്പം അറിയാം, എന്റെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുന്നതെല്ലാം ഇവിടെ വന്നിട്ടാണ്. അതുകൊണ്ട് എപ്പോഴും സപ്പോർട്ടാണ്. ലൈബ്രറിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സപ്പോർട്ടാണ്. ആറ്റുവാശ്ശേരി AP രാമകൃഷ്ണൻ പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി കൂടിയായ വിശാഖിന് വായനയെയും ലൈബ്രറിയെയും വളർത്തുക എന്ന സന്ദേശം ഇതോടെ നൽകാൻ സാധിച്ചു. ചെറുപ്പം മുതലെയുള്ള പുസ്തക വായനയാണ് BEd പഠനത്തിനും ഗുണകരമായതെന്ന് ആര്യ പറയുന്നു. വിശാഖിന് നോവലുകളും ആര്യയ്ക്ക് ജീവചരിത്രങ്ങളുമാണ് പ്രിയം. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ ഇരുവർക്കും സന്തോഷം. കല്യാണ ദിവസം പുസ്തകവുമായി എത്തിയ വധൂവരന്മാരെ പൊന്നാട അണിയിച്ചാണ് ലൈബ്രറി ഭാരവാഹികൾ സ്വീകരിച്ചത്. കുടുംബജീവിതത്തോടൊപ്പം ലൈബ്രറി പ്രവർത്തനങ്ങളും കൊണ്ടുപോകാനാണ് ഇരുവരുടെയും തീരുമാനം. ന്യൂസ് 18 കൊട്ടാരക്കര. പ്രേക്ഷക ശ്രദ്ധ നേടിയ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ പ്രധാന സവിശേഷത അതിന്റെ സെറ്റാണ്. ഗുരുവായൂർ ക്ഷേത്രവും പരിസരവുമെല്ലാം അതേ തനിമയോടുകൂടിയാണ് കളമശ്ശേരിയിൽ ഒരുക്കിയത്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച സെറ്റ് ഇപ്പോൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി. ദിവസം അത് മതിയായിരുന്നു കലാസംവിധായകനായ സുനിൽകുമാരന് ഗുരുവായൂരമ്പലത്തെ കളമശ്ശേരിയിലെത്തിക്കാൻ. കൊടിമരവും നടപ്പന്തലും ചുറ്റമ്പലും എന്തിന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം അടക്കം എല്ലാം ഒറിജിനലിനെ വെല്ലുന്ന മികവോടെ ഉയർന്നു. 3 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. സിനിമയിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ രംഗങ്ങൾ ചിത്രീകരിക്കേണ്ടതിനാൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല. ഗുരുവായൂരിൽ ഇത്രയും ദിവസം ഷൂട്ടിംഗ് സാധ്യമല്ലാത്തതിന് മറ്റൊരു വഴിയും നിർമ്മാതാക്കളുടെ മുന്നിലും ഇല്ലായിരുന്നു. ഏലൂർ ഉദ്യോഗമണ്ഡലിലെ ഫാക്ടറിയിലാണ് ഗുരുവായൂരമ്പലം ഒരുക്കിയത്. 22 ദിവസമാണ് ഇവിടെ ഷൂട്ടിംഗ് നടന്നത്. നടയ്ക്ക് മുന്നിൽ പലപ്പോഴും ചെരുപ്പ് ഊരിയിട്ട് തൊഴുന്നവർ വരെ ഉണ്ടായിരുന്നു. വളരെ മാസങ്ങൾ എടുത്തിട്ടാണ് ഈ ഗുരുവായൂരമ്പലം
നമ്മൾ ഒറിജിനൽ അമ്പലത്തിൽ പോയി കാണുന്നത് പോലെ തന്നെ അതേപടി പകർത്തിക്കൊണ്ടാണ് ഈ അമ്പലത്തിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഏതാണ്ട് 3 മാസത്തോളം പിടിച്ചു ഈ അമ്പലത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ. അതിൻ്റെ ഗോപുരങ്ങളും അതുപോലെ സൈഡിലുള്ള കടകളും എല്ലാം അതേപോലെ തന്നെ നിർമ്മിച്ച് കണ്ടാൽ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ വന്നതുപോലെ തന്നെയായിരുന്നു ഈ സംഭവം. ഒരു വലിയ ആരെയും അതിശയിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഷൂട്ടിംഗ് സെറ്റ് ഇപ്പോൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി കഴിഞ്ഞു. എങ്കിലും അറിഞ്ഞും കേട്ടുമെല്ലാം ചിലരെങ്കിലും ഇപ്പോഴും ഇവിടം സന്ദർശിക്കാനെത്തുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. ബംഗാൾ സ്വദേശി അബ്ദുള്ള മൊല്ലയാണ് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടകര വിലങ്ങാട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ നടത്തിയ പരിശോധനയിലാണ് 2.5 കിലോയിലധികം കഞ്ചാവ് പിടികൂടിയത്. ബംഗാളിൽ നിന്ന് വടകര ട്രെയിൻ ഇറങ്ങിയ വാണിമേൽ ഭാഗത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു ഇയാൾ. കോട്ടയത്ത് പക്ഷിപ്പനി പടർന്ന മണർക്കാട് മേഖലയിലെ 9691 പക്ഷികളെ ദയാവധം ചെയ്ത് സംസ്കരിച്ചു. 9680 മുട്ടയും 16298 കിലോ കോഴിത്തീറ്റയും 57 ടൺ വളവും മറവ് ചെയ്തു. കോട്ടയം മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ ഫാമിലായിരുന്നു സംഭവം. അതായത് സർക്കാരിന് കീഴിലുള്ള ഫാമിലാണ് ഈ സംഭവം ഉണ്ടായത്. 2 ദിവസം മുൻപാണ് ഭോപ്പാലിലെ ലാബിൽ നിന്ന് ഇത് സ്ഥിരീകരിച്ചത്. തുടർന്ന് ഈ കള്ളിംഗ് പ്രവർത്തനത്തിലേക്ക് കടക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് കള്ളിംഗ് പ്രവർത്തനങ്ങൾ നടന്നത്. ഏതാണ്ട് 9000-ഓളം കോഴികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനെ പൂർണ്ണമായും കൊന്നൊടുക്കുക, ഒപ്പം തന്നെ ഏതാണ്ട് 1 കിലോമീറ്റർ പരിധിയിലുള്ള പക്ഷികളെ ഉൾപ്പെടെ കൊന്നൊടുക്കുക എന്നതാണ് ഈ മൃഗസംരക്ഷണ വകുപ്പ് മുന്നിൽ വെച്ച ഒരു തീരുമാനം. കാരണം ഇതിനപ്പുറത്തേക്ക് ഇതൊരു ഫാം ഉള്ളിലായതുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്ന വിലയിരുത്തലാണ് ഉള്ളത്. സാധാരണഗതിയിൽ താറാവുകളിലൊക്കെയാണ് കോട്ടയം ജില്ലയിൽ അങ്ങനെ ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് H5N1 ഇനത്തിൽപ്പെട്ട പനിയാണെന്നാണ് കഴിഞ്ഞ ദിവസം ലാബിൽ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിച്ചത്. ഈ താറാവുകൾ കല്ലറ ഭാഗത്തൊക്കെ, വെച്ചൂർ ഭാഗത്തൊക്കെ സ്ഥിരമായി എല്ലാ വർഷവും സ്ഥിരീകരിക്കുന്നതാണ്. അപ്പോൾ ആ മേഖലയിൽ ആകെയുള്ള നിരവധി താറാവുകളെ കൊന്നൊടുക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇറച്ചി വിൽപ്പന, ഒപ്പം തന്നെ മുട്ടയുടെ വിൽപ്പന, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കാഷ്ടത്തിന്റെ വിൽപ്പന, ഇതെല്ലാം ഈ പരിധിയിൽ 1 കിലോമീറ്റർ പരിധിയിൽ നിരോധിക്കുകയും ചെയ്തിരുന്നു ജില്ലാ ഭരണകൂടം. എന്തായാലും ഈ കൂടുതലിടത്തേക്ക് വ്യാപിച്ചതായിട്ടുള്ള വിവരം ഇതുവരെയും ഇല്ല. അതിന്റെ ഒരു ആശ്വാസത്തിലാണ് ഈ പ്രദേശവാസികളാകെയുള്ളത്. സ്വർണ്ണവെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6610, പവൻ 52,880. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5520, പവന് 44,160. വെള്ളി ഗ്രാമിന് 96, കിലോയ്ക്ക് 96,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. രാജി എന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം വീണ്ടും പ്രതിഷേധം കടുപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ബാർക്കോഴ ആരോപണത്തിൽ മലക്കം മറഞ്ഞ